ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. അവിടെ ഇരിക്കുക. മോട്ടോർ മെക്കാനിക്കുകളുടെ ലോകത്തെ ദുഷന്ത മഹാരാജാവായ എന്റെ മനം കവർന്ന ശകുന്തളെ, നിന്റെ പേരെന്താണ്? ആരുടെ പേരാ ചാച്ചനെ രാവിലെ അറിയേണ്ടത്? ആരുടെ ഇല്ല പേരോ? എന്ത് പേര്? ഇന്നെന്താ വർക്ക്ഷോപ്പിലൊന്നും പോകുന്നില്ല? ഇതെന്താ ചാച്ച? ഏത്? ഇത് എന്റെ കർച്ചീഫ്. ഇത് പെണ്ണുങ്ങളുടെ സ്കാർഫല്ലേ? നല്ല സ്കാർഫ്. കുറച്ച് നാളെ ഇതുപോലെ ഒന്ന് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാച്ചൻ എന്തിനാ പെണ്ണുങ്ങളുടെ സ്കാർഫ്? പെണ്ണുങ്ങൾക്ക് മാത്രമേ കേട്ടാളോ? ഞാനും കേട്ടാ. സത്യം പറയ് ചാച്ച, ഇതാരുടെയാ? പൊടി അവിടുന്ന്, അവളുടെ ഒരു കിന്നാരം. ആഹാ, അപ്പൊ അത് ശരി. അമ്മേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ട? ഒരു സ്കാർഫ് അത്രയല്ലേ ഉള്ളൂ, ഞാൻ തരാം. 100 രൂപ ഉണ്ട്, പോയി സ്കാർഫ് വാങ്ങിച്ചു. മോളെ, പിന്നെ സ്കാർഫ് കെട്ടുന്നതൊക്കെ കൊള്ളാം, കാറ്റത്ത് പറന്ന പോലെ കേട്ടോ. ആരോടും പോയി പറയരുതീ കഥ മാനേ, പുള്ളിമാനേ. തൊഴിലാളികൾ അവരുടെ നേതാക്കന്മാരും പറയുന്നത് ചന്ദ്രനെ ഞാൻ കൊന്നെന്നാ. അതും പറഞ്ഞ അവരുടെ കരാബോയും പിക്കറ്റിങ്ങും ഒക്കെ. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ കമ്പനി പൂട്ടിയിടുമെന്ന്. അല്ലാതെ അവനെ കൊല്ലേണ്ട കാര്യം എനിക്കില്ലെങ്കിൽ. അതെനിക്കറിയില്ലേ മോനെ, പക്ഷെ സാഹചര്യം നിനക്കെതിരാണ്. എന്തായാലും വിഷമിക്കാനൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളുടെ ഇഷ്യൂ അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും. മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ, IG അങ്കിൾ ഇല്ലേ കൂടെ? ചെല്ല്. അപ്പൊ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മേലെ വീട്ടിൽ പ്രഭാകരമേനോന്റെ ക്യാഷ്യറായിരുന്ന എന്റെ അച്ഛൻ കുറച്ച് പണം എടുത്തതിന് കള്ളനെന്ന മുദ്ര കുത്തി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ അപമാന ഭാരത്താൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ എന്റെ പാവം അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴും മേലെ വീട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. അന്നെന്റെ കുടുംബത്തോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടാതെ ഞാൻ അടങ്ങുമോ? ഇപ്പൊ ചന്ദ്രനെ കൊന്നത് മേലെ വീട്ടുകാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. ഇത്രയും പക ആ കുടുംബത്തോടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ശ്രീദേവിയെ വിവാഹം ചെയ്യണം? വേണം. മേലെ വീട്ടുകാരുടെ സ്വത്തും പ്രതാപവും എല്ലാം ശ്രീദേവിയുടെ പേരില്ല. അവളിലൂടെ നമുക്ക് നേടാനാവും. അതുകൊണ്ട് അവളെ നമുക്ക് വേണം. ഇത്രയായിട്ടും പണി പഠിച്ചില്ല, ഒന്ന് അവർക്ക് തുടങ്ങിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മെസ്സേജ്? ഇത് അവളുടെ വണ്ടിയല്ലേ? ശകുന്തളയുടെ, കൊട്ടാരക്കര നമ്മുടെ അപ്സരസിന്റെ. എന്താ മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു പോളിഷിംഗ് മാത്രം പോരാ. ഇന്ന് ഈ സാംസ് ഗാരാജിന്റെ, എന്റെ, പപ്പുമേശയുടെ, മമ്മൂഞ്ഞിന്റെ, പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് കാണിക്കണം. എടുത്ത് മാറ്റേ, അവിടെ മാറണോ? നീ ഇപ്പുറത്ത് വാ, ഇറങ്ങണം അവിടെ. തൊട്ടു വരുന്ന വണ്ടി പറയേ. എറിയരുത്. സോറി. ഇതാണ് ശകുന്തള. ഇതാണ് ശകുന്തള. സോറി, മൈ മിസ്റ്റേക്ക്. അമ്മേ, എന്റെ കഴുത്ത്.
അവനെന്റെ കൈ കിട്ടിയ ഞാനവന് പൊടിച്ചു കളയും. അതിന് അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ. അതെ, അവൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. അച്ഛനിങ്ങി വരട്ടെ, ഇന്നത്തോടെ അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ പൂട്ടിച്ചേക്കാം. എന്താ എന്ത് പറ്റി എന്റെ ശ്രീമോക്ക്? ഒന്നുമില്ല, ബാത്റൂമിൽ കാല് തെറ്റി വീണതാ. മോൾക്ക് വലിയ വേദനയുണ്ടോ? എന്നാലും നമുക്കൊന്ന് എക്സ്റേ എടുപ്പിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2 നേരം ആവി പിടിച്ചാ മതി. അതിന് ഇവിടെ അടങ്ങിയിരിക്കണ്ടേ? പോ ലക്ഷ്മി എടുത്തി. അതൊക്കെ അച്ഛന്റെ മോൾ ഇരുന്നോളും, അല്ലേ മോളെ? എന്ത് ത്രില്ലിംഗ് ആണോ അതെന്താ കയ്യില്? പിന്നെ എന്റെ കയ്യിലുണ്ട്. You fool! Sorry! അയ്യോ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോറി സോറി. എന്റെ ടയറ് എനിക്ക് വച്ചിട്ടുണ്ട്. ടയർ ഒരാളെ ഓടിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ലക്ഷ്മി എടുത്തി. പോട്ടെ. ലക്ഷ്മി എടുത്തി, ഞാൻ അവൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കുട്ടി ഇടപെടണ്ട കേട്ടോ. അവളുടെ കാറല്ലേ? ഏയ്, ഇങ്ങനെ കാറ് പാർക്ക് ചെയ്താൽ ഞാൻ എന്റെ കാർ എങ്ങനെ എടുക്കും? എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ള. ഇത് പിടിക്കേ. ഞാനിപ്പോ വരാം. ഓ, ഹലോ ഹലോ. ആ കാറൊന്ന് മാറ്റിയിട്ട വലിയ ഉപകാരമായിരുന്നു. ആ കാറൊന്ന് മാറ്റിയിട. ഏത് കാരൻ? നിങ്ങൾ എന്തായി പറയുന്നേ? ഇയാൾ ആരാ? എന്റെ പേര് സാം അലക്സാണ്ടർ. കുട്ടിക്ക് വേണമെങ്കിൽ എന്നെ അലക്സ് എന്ന് വിളിക്കാം. അതെന്റെ പെറ്റ് നെയിമാ. കുട്ടിയുടെ കാറ് എന്റെ കാറിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുക. അതങ്ങോട്ട് മാറ്റിയിട്ടാ എനിക്കങ്ങ് പോകാമായിരുന്നു. എക്സസൈസ് കഴിഞ്ഞിട്ട് ആലോചിക്കാം. എക്സസൈസ് എപ്പോ കഴിയും? അതെ, ഇതിനൊരു തീരുമാനം. ആശ്വാസമായി. ഇനി സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ. അതെ, 5 മണിക്ക് അർജന്റായിട്ട് കൊടുക്കേണ്ട ഒരു വണ്ടിയാണ്. കീ എവിടാ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനത് എടുത്ത് മാറ്റിയിട്ടോളാം. കീ എവിടെയായിരിക്കുന്നെന്ന് പറഞ്ഞാ താൻ എടുക്കൂ? എടുക്കാം. വെയിറ്റ്. എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ കീ തരാം. എന്തിന്? കാറ് മാറ്റിയിടണമെന്ന് പറഞ്ഞാൽ കാല് പിടിക്കണം? അതിനല്ല, താൻ എന്നോട് കാണിച്ച ക്രൂര കൃത്യങ്ങൾക്ക് ഒരു പനിഷ്മെന്റ്. ഞാൻ 10 വരെ എണ്ണും. അതിന് 10 വരെ എണ്ണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ It was very nice. ஆதியிலே வார்த்தை இருந்தது, அந்த வார்த்தை தேவனிடத்தில் இருந்தது, அந்த வார்த்தை
പ്ലീസ് ബൈൻഡ് us together with love. മോടെ പേരെന്താ? ശ്രീദേവി. ഇച്ചാച്ചാ എന്നെ ആ എന്തിന്? ഒന്ന് വന്നേ. വരാൻ. ഇതാണ് എന്റെ ഇച്ചാച്ചൻ സാം അലക്സാണ്ടർ. ഇത് ശ്രീദേവി. ഹലോ. ഹലോ. പോട്ടെ അമ്മേ. ആ ബൈ സോണി. ബൈ. എന്ത് നല്ല കുട്ടി, നല്ല അടക്കോ ഒതുക്കോ. ഇച്ചാച്ചൻ എന്താ നോക്കിയിരിക്കുന്നേ? മനുഷ്യരെ കണ്ടിട്ടില്ലേ? ആരെ? ബാ. എന്താ മോളെ ഗന്ധർവം കൂടിയ പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പിച്ചുമ്പേയും പുലമ്പുന്നത്? ആ ഒന്നുമില്ല. എന്നാ വന്ന് കിടക്ക്. ആ പിന്നെ ലക്ഷ്മിയെടുത്തി എന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒക്കെ വളരെ മോശമാണ്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും വായിക്കണ്ട. വയറിന് ഓരോ അസുഖം. എടുത്തിട്ട് വരണേ. ശീഘ്രമായി എவ்வளவு നേരം കാത്തിരിക്കാം. നിങ്ങൾ വെക്കോ. നീ വരുന്നില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. ഞാൻ ഇപ്പഴേ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം പേഴ്സ് നീ ആവശ്യമുള്ള വാങ്ങിച്ചു വെച്ചോ. നേരത്തെ വീട്ടിലെത്തിയേക്കണേ. പോയാ என்னையா என் முட்டையில உடைச்சிட்டு நில்லையா. കയ്യിന്ന് വിടറോ? കയ്യിന്ന് വിടാൻ. நான் கேக்குறேன். டேய் என்னடா? ஐயோ என்ன பண்ணுவேன் கடவுளே, என்ன மானம் போச்சு. எங்க மானம் போச்சு? இதுக்கு தானே நீ மார்க்கெட்டுக்கு வர்ற? Sorry, it's my mistake. என்னவா அது? Sorry. ஐயா வாங்கய்யா.
അയ്യോ വേണ്ടേ, മன்னிச்சிருங்க, അമ്മ ചൊല്ലിട്ടാ. இந்த பொண்ணோட திமிர பாத்தீங்களா? இவரை ரவுடிய வச்சு அடிக்கலான்னு பாத்தியா? ஐயோ, நான் இவரை புடலங்கா வச்சு அடிச்சிட்டேனே, மன்னிப்பு கேள்டி. I'm sorry. I am sorry എന്നല്ല, തമിഴ് പറ, ഇവർക്കൂടെ മനസ്സിലാവട്ടെ. എന്നെ മன்னிச்சிடுங்கோ. கால்ல விழுந்து மன்னிப்பு கேள்டி. மூஞ்ச பாரு, கால்ல விழுந்து மன்னிப்பு கேளுடி. കാലിലൊന്നും വേണ്ട. എവിടെയൊക്കെ എന്താ മോളെ കാര്യം? ഇപ്പൊ ഒരാളെ തൂക്കിക്കൊല്ലണം, പറ്റുമോ? മോൾ എന്തായി പറയുന്നേ? തൂക്കിക്കൊല്ലേ? അല്ലെങ്കിൽ വേണ്ട. 10 വർഷം ഒരുത്തന് ജയിലിലിടാമോ? എന്താ ഉണ്ടായേ? ഒരുത്തന് വലിയ അഹങ്കാരം. ഞാൻ കുറച്ച് ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഏറ്റില്ല. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്കിൾ. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവന് ജയിലിൽ കയറ്റി 2 ഇടി കൊടുക്കാൻ അങ്കിളിന് പറ്റുമോ? IG അങ്കിളിന്റെ ശ്രീമോക്ക് വേണ്ടിയല്ലേ? ആ ശരി. ആ, അച്ഛനും ചേട്ടനും അറിയണ്ട. പിള്ളേരെ വഴിയിറക്കാൻ സമ്മതിക്കില്ല. ഓക്കെ മാഡം, പറഞ്ഞതുപോലെ കൈകാര്യം സർ, ഞാൻ മൂക്കിനൊരു ഇടി ഇടിച്ചോ? വേണ്ട വേണ്ട, ഞാൻ ഇടിച്ചോളാം. ഇപ്പൊ തന്നെ ചാകാറായി, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇടിച്ചോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അണ്ടർസ്റ്റാൻഡ്? യു തേർഡ് റേറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്, സ്കൗണ്ടർ, monkey. ബൈ ഇൻസ്പെക്ടർ. ഓക്കെ മാഡം. എന്തൊക്കെയാ അലക്സ് ചെയ്ത്? കേട്ടില്ലേ സാറേ? സ്കൗണ്ടറൽ, മങ്കി. അതല്ല, ഇതാണ് പരിശുദ്ധമായ പ്രേമം. സാറിന് എന്നെ പരിചയമുള്ളത് ഞാൻ രക്ഷപ്പെട്ടു. വേറെ വല്ലവരായിരുന്നെങ്കിൽ? എന്നാലും ആ പെണ്ണ് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോന് വടക്കേടത്ത് വണ്ടിപ്പാപ്പന്റെ ഒറ്റ മകൻ സാക്ഷാൽ ഈ സാം അലക്സാണ്ടർ വക ഒരു ചെറിയ ഡോസ് കൊടുക്കണ്ടേ സോമൻ സാറേ? തീർച്ചയായും. മങ്കി അല്ലേ?